വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സോഷ്യൽ മീഡിയ പേജുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയാണെന്ന് KK രമ MLA പ്രതികരിച്ചു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച CPM നേതാവ് KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ കാസിം അല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിലെത്തി. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, ചെങ്കതിർ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് അന്വേഷണം. ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതും അന്വേഷണത്തിന്റെ ഗതി ബോധ്യപ്പെട്ട ശേഷമാണെന്ന് KK രമ ആരോപിക്കുന്നു. കാഫിർ പ്രയോഗം തീർച്ചയായിട്ടും അതെവിടെയാണെന്ന് കണ്ടെത്തണം. അത് നമ്മൾ അന്നേ പറയുന്നതാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് ഏതെങ്കിലും ഇടത് പ്രൊഫൈലിൽ നിന്ന് വന്ന് അവര് പ്ലാൻ ചെയ്താണ് എന്നത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് നമുക്കുള്ള സംശയം. അതാണ് ബലമായിട്ടുള്ള സംശയം അത് തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് എത്താം. എനിക്ക് തോന്നുന്നു അന്വേഷണം അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടായിരിക്കാം ജയരാജൻ ഇപ്പം പോരാളി ഷാജിമാരെയൊക്കെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെങ്കിൽ ഈ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് എന്നത് സംശയം ഉണ്ടാക്കുകയാണല്ലോ. എന്തായാലും പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ MLA KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഇത് തെളിയണമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതിന് മുമ്പിൽ നിന്നത് KK ലതിക MLA ആണ്. KK ലതിക MLA അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം. KK ലതിക MLAയും ഇത് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ യഥാർത്ഥ പ്രതിയെ കിട്ടും. CPM നേതാവ് KK ലതികയുടെ ഫോൺ പരിശോധിച്ച് മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. FB പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് KK ലതിക പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന. സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോലീസ് അറസ്റ്റിലേക്ക് കടക്കും. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.